ഗൈസ് രാവിലെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അമ്മാമ്മേനെ കൊണ്ട്. അമ്മാമ്മ അമ്പലത്തിൽ കയറി, ഞാൻ പല്ലേച്ചിട്ടില്ല. അമ്മാമ്മയ്ക്ക് നോലുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയ്ക്ക് പോകണില്ല, മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കെട്ട് നിറക്കില്ല നമ്മൾ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അമ്മാമ്മേനായിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അമ്പലം തേണ്ടേ അവിടെയാണ്, വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം, കൊരളിക്കാവ് എന്ന് പറഞ്ഞിട്ട്. നല്ല മഞ്ഞുണ്ട് കേട്ടോ അന്നത്തെ ദിവസം, ഒരു രക്ഷയില്ലാത്ത മഞ്ഞുണ്ട്. ഞാനിത് ഈ ഗ്ലാസ് തുടച്ച് ഇതാർക്കെങ്കിലും അറിയോ സംഭവം? വണ്ടി ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ കേട്ടോ. രാവിലെ ആ തണുപ്പ് വേണ്ടി ഏസി ഒന്നും ഇട്ടിട്ടില്ല, അപ്പുറത്ത് തുറന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാണോ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ മഞ്ഞ് കയറുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി. നമ്മുടെ കുഞ്ഞിക്കാറിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാ, ഇത് വീട്ടിൽ ടേബിളിൽ ഇരുന്നാ. ഇതിവിടെ ഇവിടെ വെച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നോട്ടെ. ഒരു കൗതുകം, നമ്മുടെ മെക്വീൻ അടിപൊളിയല്ലേ. ഇത് നമ്മുടെ സീറ്റ് കവർ ഉണ്ടല്ലോ, ബാക്കത്തൊന്നും കുഴപ്പമില്ല. ഈ ഒരു സീറ്റ് കവറിൻ്റെ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി, വലിയ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ബാക്കത്ത് പിന്നെ ഒന്നും നോക്കാനില്ല, ബാക്കത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളെ ആ പേര് അവർ മായ്ച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കറക്റ്റായിട്ടൊന്നും പോയിട്ടില്ല. കണ്ടോ, അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. പിന്നെ നമ്മൾ കേരള ട്രിപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനിയും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കലെന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചാനലിന് കിട്ടുന്ന വരുമാനം കൂട്ടിക്കൊണ്ടുവന്നാലാണല്ലോ ഇതിലേക്ക് പോകാനായിട്ടുള്ളൊരു വരുമാനം കിട്ടുള്ളൂ. അമ്മാമ്മ മതി വരുന്നുണ്ട്. അമ്മാമ്മ ക്യാമറയിൽ വരാൻ എത്ര അതൊന്നും ഇല്ല കേട്ടാ, പുള്ളിക്കാരിക്ക് നാണായിരിക്കും. ഇല്ലില്ല, അപ്പുറത്ത് കൂടെ വാ, ഫ്രണ്ടിൽ കയറി, നമ്മൾ ബാക്കിൽ കയറുന്നു. അയ്യോ, നിക്ക് തുറന്നു. ഗൈസ്, നമ്മളിത് അവിടെയാണ് താമസിക്കുന്നത്, അവിടെയാണ് വീട് നമ്മുടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. തൽക്കാലം നമ്മളിത് ഈ ഒരു പാടത്തിൻ്റെ സൈഡിലിടുന്നത്. രാവിലെ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് പോയി ഞാൻ മുകളിൽ കുറച്ച് സ്ഥലമുണ്ട്, ഒരു ശ്മശാനത്തിൻ്റെ അടുത്ത്, അവിടെയാണ് കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഗൈസ്, ഇതാണ് തുമ്പിച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അടിപൊളി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നമ്മളിത് എക്സ്പൾസ് ആയിട്ട് ഒരു ചെറിയ യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ തുമ്പിച്ചാലൊന്ന് കയറാമെന്ന് വിചാരിച്ച്. ഇവിടെ ഞാറൊക്കെ നടാൻ പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് നടക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. വൈകിട്ടാകുമ്പോൾ ചായക്കടികളും മറ്റുമൊക്കെ അവിടെ കാണുന്നൊരു ഷോപ്പിലുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ ചായയും കടിയൊക്കെ കഴിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല പ്രത്യേക വൈബാണ്. അത് കാണാനാണ് അമൽ പബ്ലിക് സ്കൂള്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങാം. ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാണ്. നമ്മൾ മോട്ടോലിൻ്റെ 10W30 അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, 10W40 ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ ഹീറോൻ്റെ തന്നെ ഇതുണ്ടല്ലോ, എക്സോട്ടിക് പ്ലസ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം, ആ ഒരു സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 10W40 മോട്ടോലിൻ്റെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, എക്സ്പൾസിന് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാനിത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഓയിലിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു കുതിപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം മറ്റേ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഇത് ഒഴിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്.
വർക്ക്ഷോപ്പിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോട്ടോറിൻ്റെ. 2 എണ്ണം വാങ്ങേണ്ടി വന്നു. കാരണം നമുക്ക് ഏകദേശം 1250 ml കണ്ട് ഒഴിക്കണം. അപ്പോൾ 2 എണ്ണം വാങ്ങേണ്ടി, 1 ലിറ്ററിൻ്റെ 2 എണ്ണം വാങ്ങി. ഒരെണ്ണം ഇപ്പോൾ വീട്ടിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. 1250 ml ഒഴിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ഒഴിക്കാനായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ 1.5ൻ്റെ ഒന്നും പാക്ക് അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലൊന്നും ഇല്ല. അങ്ങനെയാണ് ഇത് വാങ്ങിയത് 2 എണ്ണം. അങ്ങനെ അതിൽ ഒരെണ്ണം ഒഴിച്ചു. പിന്നെ അത് രണ്ടാമത്തും ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ബാക്കി വന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും. വണ്ടി ഇപ്പോൾ ഒരുപാട് നാളായിട്ട് 4000 കിലോമീറ്റർ കഴിഞ്ഞ്. എല്ലാ 4000 കിലോമീറ്ററിലാണ് ഞാൻ മാറാറുള്ളത്. ഇന്നത്തെ കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. നമ്മൾ ട്രിപ്പൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ചാനലാണല്ലോ. അതിൽ നിന്നുള്ള വരുമാനം കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് യാത്രയ്ക്ക് ഇറങ്ങാനായിട്ട്. എങ്ങനെ പോയാലും ഒരു 20 അല്ലെങ്കിൽ 30 രൂപയെങ്കിലും കയ്യിൽ വേണം ഓൾ കേരളയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വളരെ ബഡ്ജറ്റായിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വണ്ടിക്ക് ഓരോരോ പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ റിവ്യൂവും പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മൾ ബെഡ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതാണ്. മറ്റേ ചാനലുണ്ടല്ലോ നമ്മുടെ എക്സ്പ്ലനേഷൻ ചാനലുള്ള വർക്കൊക്കെ ഒരുപാട് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി നോക്കാൻ പോയ ആ സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ തീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രാവൽ ചാനലിലേക്ക് തന്നെ തിരിയാനുള്ള ഒരു സംഭവമായിട്ടില്ല. കാരണം ആ ചാനലൊട്ട് റീച്ചൊന്നുമില്ല. വീഡിയോസ് മര്യാദയ്ക്ക് ഇടാനും പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പുതിയ യാത്രാ വീഡിയോസായിട്ടൊക്കെ വീണ്ടും കാണാം.